കത്തോലിക്ക സഭയുടെ പഠനങ്ങളിലുപരി വിശ്വാസികളുടെ ദൈനംദിന ജീവിതത്തിലും ദൈവമാതാവായ മറിയത്തിൻ്റെ സ്ഥാനം അത്യന്തം ഉന്നതമാണ്. ബൈബിളിൽ ദൈവമാതാവായ മറിയത്തിൻ്റെ മരണം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. കത്തോലിക്ക വിശ്വാസത്തിൽ മറിയം ദേഹത്തോടുകൂടി സ്വർഗാരോഹിതയായി എന്നാണ് വിശ്വാസം. മാതാവ് സ്വർഗാരോഹണം ചെയ്തു എന്നതാണ് നമ്മുടെ പാരമ്പര്യം. നാം അത് വിശ്വസിക്കുന്നുമുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായി ചില സാക്ഷ്യങ്ങളുമുണ്ട്. അതിലൊന്നാണ് മറിയത്തിൻ്റെ ശവകുടീരത്തെക്കുറിച്ചുള്ളത്. മറിയം മരിച്ചു എന്നാണ് ഈ വിശ്വാസം. അത് അനുസരിച്ച് മറിയത്തിൻ്റെ 2 ശവകുടീരങ്ങളുണ്ട്. ഒന്ന് ജെറുസലേമിൽ ഒലീവ് മലയുടെ താഴ്വരയിലാണ്. മറ്റൊന്ന് ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ പുരാതന എഫേസസിൻ്റെ പ്രാന്തപ്രദേശത്തും. ജെറുസലേമിലെ ഒലീവ് മലയുടെ താഴ്വാരത്തിലുള്ള ശവകുടീരത്തിലേക്കാണ് കൂടുതൽ സന്ദർശകർ എത്തിച്ചേരുന്നത്. തുർക്കിയിൽ നിന്നുള്ള അനേകം വിശ്വാസികൾ എഫേസസിലുള്ള ശവകുടീരത്തിൽ എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ മാതാവിൻ്റെ ശവകുടീരം എന്നതിനെക്കുറിച്ച് നിർണായകമായ ഒരു തീരുമാനം സഭ അറിയിച്ചിട്ടില്ല. ക്രിസ്തീയ വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമല്ലാത്തതിനാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള തർക്കത്തിന് വലിയ പ്രസക്തി ഇല്ല എന്നാണ് ബൈബിൾ പണ്ഡിതരുടെ അഭിപ്രായം.